വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഏകദേശം 30/3/2024 മുതൽ 5/4/2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് നോക്കാം. അല്ലേ, എന്താണ് ആദ്യത്തെ ന്യൂസ്? ക്ലൈമറ്റ് ഫൈനാൻസ് റോഡ് ടു COP29 ആണ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്? ദ UN Climate Change Conference UNFCCC, that means COP27, convened in the Sharm el Sheikh, Egypt, established a loss and damage fund for climate disaster recovery in developing countries. അല്ലേ, എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിന് എന്താണ് ഒരു ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഫോർ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? COP27 ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താണ് ക്ലൈമറ്റ് ഫൈനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് ഫൈനാൻസ് റെഫേഴ്സ് ടു ലോക്കൽ ഓർ നാഷണൽ ഓർ ട്രാൻസാക്ഷണൽ ഫൈനാൻസിങ് ഡ്രോൺ ഫ്രം പബ്ലിക് പ്രൈവറ്റ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ഫൈനാൻസിങ് ടു ഡെവലപ്പ് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ആക്ഷൻ എഗെയിൻ ക്ലൈമറ്റ് ചേഞ്ച്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒന്നുകിൽ പബ്ലിക് ആയിരിക്കാം. പബ്ലിക് മീൻസ് നമുക്കറിയാം എന്താണ് ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കാം. ഓക്കെ, പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റിൽ നിന്നോ എന്ത് ചെയ്യുക? ഫണ്ട് രൂപീകരിക്കുക. ഓക്കെ, ഇനി ഈ ഫണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്? ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാം. എന്താണ്? ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഈ ഫണ്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, ഇത്തരം ഒരു ഫണ്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലൈമറ്റ് ഫൈനാൻസിങ്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്താ പേരിൽ വിളിക്കുന്നത്? ക്ലൈമറ്റ് ഫൈനാൻസിങ് എന്നുള്ള പേരിൽ എന്താണ് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി എന്താണ് ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയാമല്ലേ. എന്താണ് പ്രധാനമായിട്ടും ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും ആദ്യത്തെ ലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പൊല്യൂട്ടർ പേസ് ആണ്. എന്താണ്? പൊല്യൂട്ടർ പേസ്. അതുപോലെ തന്നെ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റീവ് ക്യാപ്പബിലിറ്റി. ഓക്കെ, ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? UNFCCCയുടെ ഭാഗമായിട്ട് വന്ന മൾട്ടിലാറ്ററൽ ക്ലൈമറ്റ് ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയാണ്. ഓക്കെ, ഇതെപ്പോഴാണ് വരുന്നത്? 1994 എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് എൻറ്റിറ്റി ഫൈനാൻഷ്യൽ മെക്കാനിസം വരുന്നത്. പിന്നെ വരുന്നത് 2001 2001 നിലവിൽ വന്നാണ് ഏത്? ക്രിപ്റ്റോ പ്രോട്ടോകോൾ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്? അതായത് എന്താണ്? അഡാപ്റ്റേഷൻ ഫണ്ട് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ഗീവ്സ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫുൾ ഓണർഷിപ്പ് ഓഫ് അഡാപ്റ്റേഷൻ പ്രൊജക്ട്സ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം CDM എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ടു ക്യാരി ഔട്ട് എമിഷൻ റിഡക്ഷൻ പ്രൊജക്ട് ഇൻ ദ ഡെവലപ്പിംഗ് നേഷൻസ്. അല്ലേ, ഈ നമ്മുടെ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ എന്ത് ചെയ്യുക? ഈ എമിഷൻസ് കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഈ 2070 ആകുമ്പോഴേക്ക് ശ്രദ്ധിക്കുക, 2070 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം? കാർബൺ ന്യൂട്രാലിറ്റി ഇൻഡെക്സ് എന്ത് ചെയ്യണം? 0% ആക്കണം. ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതൊരു ലോങ് ടേം ഗോളാണ്. ഓക്കെ, ഇതെന്താണ്? ഒരു ലോങ് ടേം ഗോളാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് GCF ആണ്. ഇതെപ്പോഴാണ് വരുന്നത്? COP16 ഭാഗമായിട്ട് 2010 ഇത് വരുന്നത്. ഓക്കെ, ഇതെന്താ പറയുന്നത്? ഫണ്ട്സ് അണ്ടർ ഇറ്റ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഫണ്ട് LDCF ആൻഡ് സ്പെഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട്. ഓക്കെ, ഇതിൽ ഏതൊക്കെ വരുന്നത്? ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഫണ്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ടുമാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. പിന്നെ ലോങ് ടേം ക്ലൈമറ്റ് ഫൈനാൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. കെനിയൻ എഗ്രിമെൻറ്റ് 2010 വരുന്നത്. എന്താണ്? മൊബിലൈസ് ആൻഡ് പ്രൊവൈഡ് സ്കെയിൽഡ് അപ്പ് ഫണ്ട് ഇൻ എ ഷോർട്ട് ആൻഡ് ലോങ് ടേം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ വരുന്നതാണ് ഏതെന്ന് വിളിക്കുന്നത്? പാരീസ് എഗ്രിമെൻറ്റ് 2015 വരുന്നത്. ആൻഡ് 10 വർഷത്തെ ഗോളാണ്. എന്താണ് പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം? developed nations agreed to establish a new collective goal at the least
100 ബില്യൺ ഇയർ ബൈ 2025 ആണ് ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടാണ് വരുന്നത് 2023 COP27 ആൻഡ് COP28. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു നാഷൻസ് മോസ്റ്റ് വൾണറബിൾ ആൻഡ് ഇമ്പാക്ട് ബൈ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത്, ഇതിൻ്റെ മൾട്ടിലാറ്ററൽ ക്ലൈമറ്റ് ഫണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ചോദിക്കാം ഓരോ ഫണ്ടും, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇതിലേതെങ്കിലും ഒരു ഫണ്ട് തരാം, ആ ഫണ്ട് ഏതാണെന്നും ചോദിക്കാം. അതുപോലെ തന്നെ അത് ഏത് വർഷമാണ് നിലവിൽ വന്നത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഏത് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് COP27 ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ COP28 ഭാഗമായിട്ടാണോ വന്ന അത്തരം ചോദ്യങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള എന്തുണ്ട് സാധ്യതയുണ്ട്. പിന്നെന്താണ്, ഇനി വേൾഡ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ CISF ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരുന്നത് എന്താണ്, ഒന്ന് ക്ലീൻ ടെക്നോളജി ഫണ്ടും രണ്ടെന്താണ് സ്ട്രാറ്റജിക് ക്ലൈമറ്റ് ഫണ്ടുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എന്താണ് ഫണ്ടുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്നെന്ന് പറയുന്നത് എന്താണ് നാഷണൽ അഡാപ്റ്റേഷൻ ഫണ്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, 2015 വരുന്നത്, NAFCC എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ് നാഷണൽ ഗ്രീൻ എനർജി ഫണ്ടാണ് 2010-11 വരുന്നത്. പിന്നെ നാഷണൽ അഡാപ്റ്റേഷൻ ഫണ്ട് ഉണ്ട് 2014. അതുപോലെ തന്നെ ഇൻറ്റൻഡഡ് നാഷണാലിറ്റി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് 2015. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഫൈനാൻസ് യൂണിറ്റ് ഉണ്ട് 2011. ഇനി ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ വൾണറബിൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ അഡ്വാൻസിങ് ക്ലീൻ എനർജി എന്താണ് പറയുന്നത്, സ്റ്റാർട്ടഡ് വിത്ത് ഇനിഷ്യൽ കാർബൺ ടാക്സ് ഇൻഡസ്ട്രിയൽ കോൾ യൂസ് ആണ്. അതുപോലെ തന്നെ ബ്രിങ്ങിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിക്വയർഡ് ആൻഡ് അവൈലബിലിറ്റി ഫണ്ട്, അതായത് എന്ത് ചെയ്യുക, നിലവിലെ ഫണ്ട് അതുപോലെ തന്നെ അവൈലബിൾ എത്രയാണെന്നുള്ളതിൻ്റെ ഗ്യാപ്പ് കുറയ്ക്കുക. അതുപോലെ തന്നെ UNFCCC പറയുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള ഇതൊക്കെ ഏതാണ് ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇത് പിന്നെ നമുക്ക് ചലഞ്ചസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എക്സാമിനേഷൻ SSC RRBക്ക് ഇതിൻ്റെ ചലഞ്ച് എന്താണെന്നൊന്നും ചോദിക്കില്ല. സോ ചലഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫണ്ടുകൾ അത് വന്ന വർഷം, അതുപോലെ തന്നെ ഏതൊക്കെ ഫണ്ടുകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, ഓക്കെ ഏതൊക്കെ ഫണ്ടുകളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഹെപ്പറ്റൈറ്റിസ്. എന്താണ്, റീസെൻ്റ്ലി സ്റ്റഡീഡ് ബൈ സർ ഗംഗാ റാം ഹോസ്പിറ്റൽ ന്യൂഡൽഹി indicates that public awareness and knowledge regarding the hepatitis B, a potentially fatal disease leading liver cirrhosis and cancer in insufficient in India. അതായത് എന്താണ്, ഇപ്പോൾ നിലവിൽ ആര് കണ്ടക്ട് ചെയ്ത, സർ ഗംഗാറാം ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്ത, ന്യൂഡൽഹിയിലുള്ള ഹോസ്പിറ്റലാണ് കണ്ടക്ട് ചെയ്ത എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള സ്റ്റഡീസിനെ കുറിച്ചാണ്. അതായത് ആളുകൾക്ക് ഇതിനുള്ള അവയർനെസ് കുറവാണ്, അത് എന്തിനൊക്കെ കാരണമാകുന്നു, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ന്യൂസ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് ചോദിക്കാം. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെ തരത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഹെപ്പറ്റൈറ്റിസ് A, B, C, D എന്ന തരത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതായത് എന്താണ് പ്രധാനമായിട്ടും 5 രീതിയിലാണ് എന്ത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ളത്. അപ്പോൾ എത്ര രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പ്രധാനമായിട്ടും എന്താണ് 5 രീതിയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് വാക്സിൻസ് ആർ അവൈലബിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അതായത് എന്താണ് ഏതൊക്കെ ടൈപ്പ് ഹെപ്പറ്റൈറ്റിസിനാണ് വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, എക്ക് അവൈലബിൾ ആണ്, ബിക്ക് അവൈലബിൾ ആണ്, ഡിക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ് ഇക്കും അവൈലബിൾ ആണ്, പക്ഷേ സിക്ക് എന്തല്ല വാക്സിൻ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഏകദേശം കണക്കുകൾ പറയുന്നത് എന്താണ് ഹെപ്പറ്റൈറ്റിസ് B and C എന്ന് പറയുന്ന ഏകദേശം എന്താണ് 400 മില്യൺ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാജുവൽ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് 1.4 മില്യൺ പീപ്പിളാണ് എന്ത് ചെയ്യുന്നത് ഓരോ വർഷവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റും. ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് 90% ഓഫ് ഹെപ്പറ്റൈറ്റിസ് C പേഷ്യൻസ് ക്യാൻ ബി ഹീൽഡ് വിത്തിൻ 3 to 6 months എന്നുള്ള പ്രത്യേകത. നമ്മൾ പറഞ്ഞാൽ അതിന് ഓൾറെഡി എന്തില്ല വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹെപ്പറ്റൈറ്റിസ് എയും ബിയും എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് ലാക്ക് ഓഫ് ഫുഡ് ഹൈജീൻ, അതുപോലെ തന്നെ എന്താണ് കണ്ടാമിനേറ്റഡ് വാട്ടർ, അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് സാനിറ്ററി ഫെസിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഡിയും എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ്, അതുപോലെ സ്പേം അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ഏത് വരുന്നത് ബിയും സിയും ഡിയും. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഹെപ്പറ്റൈറ്റിസ് എയും ബിയും എന്ത് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു
5 രീതിയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഹെപ്പറ്റൈറ്റിസ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇനി എത്ര രീതിയിലാണ് ഹെപ്പറ്റൈറ്റിസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര രീതിയിലാണ്, പ്രധാനമായിട്ടും 5 രീതിയിലാണ് എന്തുള്ളത്, ഹെപ്പറ്റൈറ്റിസ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ്, ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ്, ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബിക്ക് പ്രധാനമായിട്ടും കാരണം പറയുന്നത് എന്താണ്, ത്രൂ കോണ്ടാക്ട് വിത്ത് ദ ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് ഓൺ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. അതായത് എന്താണ്, ഈ ഇൻഫെക്റ്റഡ് പേഴ്സൺസിനുമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി വരുന്നത്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി സി അങ്ങനെ മാത്രമേ വരൂ, ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ എന്ത് വരാറുള്ളൂ, ഹെപ്പറ്റൈറ്റിസ് സി വരാറുള്ളൂ. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡി എങ്ങനെയാണ് വരുന്നത്, കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ബ്ലഡ് ആണ്. അതായത് എന്താണ്, ഓൺലി ഒക്കേഴ്സ് ഇൻ പീപ്പിൾ ഓൾറെഡി ഇൻഫെക്റ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി മീൻസ് ഉള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഹെപ്പറ്റൈറ്റിസ് ഡി വരുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ എങ്ങനെയാണ് വരുന്നത്, ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് ഇത് വരുന്നത്, ഹെപ്പറ്റൈറ്റിസ് ഇ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും നല്ല ഹൈജീൻ. ഓക്കെ, നമ്മൾ ഏറ്റവും നല്ല ഹൈജീൻ ആയിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വാക്സിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബിക്കും എന്താണ്, നല്ല ഹൈജീൻ ആയിരിക്കണം, വാക്സിൻ ഉണ്ട്, ബ്ലഡ് സ്ക്രീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി എന്താണ്, പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. അതുപോലെ തന്നെ അവോയ്ഡ് ഷെയറിങ് നീഡിൽസ്, ടൂത്ത് ബ്രഷസ്, റേസേഴ്സ് ഓർ നെയിൽ സിസേഴ്സ്. അതായത് എന്താണ്, ഇപ്പോൾ ആളുകളുമായിട്ട് എന്ത് ഷെയർ ചെയ്യാതിരിക്കുക, ഉദാഹരണമായിട്ട് നീഡിൽസ് ഷെയർ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ട്യൂത്ത് ബ്രഷസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക, റേസേഴ്സ് ഷെയർ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ നെയിൽ സിസേഴ്സ്, നമ്മൾ നെയിൽ കട്ടർ എന്നൊക്കെ പറയുന്നില്ലേ, നെയിൽ കട്ടർ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് സിക്ക് എന്തില്ല, വാക്സിൻ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഡി ആണെങ്കിൽ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, അവോയ്ഡ് ഷെയറിങ് നീഡിൽസ്, ട്യൂത്ത് ബ്രഷസ് ആൻഡ് റേസേഴ്സ്, നെയിൽ സിസേഴ്സ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് കൊടുക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇതെങ്ങനെ മാത്രമേ പകരുള്ളൂ, ഹെപ്പറ്റൈറ്റിസ് ബിയുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഏത് വരുന്നത്, ഹെപ്പറ്റൈറ്റിസ് ഡി വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കുന്ന ആരുടെ വാക്സിൻ ആയിരിക്കും, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ഇ എങ്ങനെയാണ് നമുക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ സെയിം പോയിന്റ്, നല്ല ഹൈജീൻ ആയിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, അവോയ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ദാറ്റ് ഹാസ് കം ഫ്രം പൊട്ടൻഷ്യലി അൺസേഫ് സോഴ്സസ്. അതായത് എന്താണ്, അൺസേഫ് സോഴ്സസിൽ നിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യാതിരിക്കുക, കുടിക്കാതിരിക്കുക. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് ഇയുടെ എന്ന് വിളിക്കുന്നത്, പ്രിവെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് എക്ക് എന്തില്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല, പക്ഷേ ശ്രദ്ധിക്കുക വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എന്താണ്, ആൽഫ ഇൻ്റർഫ്രോൺ ആണ്. അതുപോലെ തന്നെ എന്താണ്, പെനിട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്ടിങ് ആൻറ്റിവൈറസ് ഡ്രഗ്സ് ആണ് ഇതിന് കൊടുക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് ഡി. അതുപോലെ തന്നെ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ഡി എന്താണ്, ഇൻ്റർഫിയറോൺ ആണ്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇക്കും എന്തില്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എത്ര രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എത്ര രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, 5 രീതിയിലാണ്. അതിൻ്റെ ട്രാൻസ്മിഷൻ, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആണ് തുടങ്ങിയവയാണ് എന്ത് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ, നിമോ പദം ധർജ റോഡ് ഇൻ ലഡാക്ക്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? റീസെൻ്റ്ലി the Border Roads Organization, that means BRO, has achieved a significant milestone by connecting the strategic Nimo Padmam Dharcha road in Ladakh. ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത് നോക്കാം, അതിൻ്റെ പോയിന്റിലേക്ക് പോകാം. എന്താണ്, ദ റോഡ് സെർവ്സ് ആസ് ദ ക്രൂഷ്യൽ ലിങ്ക് ബിറ്റ്വീൻ മണാലി ആൻഡ് ലേ പാസിംഗ് ത്രൂ ദ ദർച്ച ആൻഡ് നിമു എലോങ് വിത്ത് ദ കാർഗിൽ ലേ ഹൈവേ. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ തമ്മിലുള്ള ലിങ്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മണാലി ആൻഡ് ലേ തമ്മിലുള്ളതാണ്. ഏത് കൂടെയാണ് പാസ് ചെയ്യുന്നത്, ദർച്ച ആൻഡ് നിമു എലോങ് വിത്ത് ദ കാർഗിൽ ലേ ഹൈവേ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ആൻഡ് പറയുന്നത് എന്താണ്, ഇറ്റ് നൗ സ്റ്റാൻഡ്സ് ആസ് ദി തേർഡ് ആക്സിസ് കണക്റ്റിംഗ് ലഡാക്ക് ടു ദി ഹിൻഡർലാൻഡ് അലോങ് സൈഡ് ദ എക്സിസ്റ്റിംഗ് മണാലി ലേ ആൻഡ് ശ്രീനഗർ ലേ റൂട്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ റോഡ് ഹോൾഡ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഡ്യൂ ടു ഷോർട്ടർ ഡിസ്റ്റൻസ് കമ്പയർഡ് ടു അതർ റൂട്ട്സ്. അതായത് എന്താണ്, മറ്റ് റൂട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊരു ഷോർട്ടർ റൂട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് വിൽ പ്രൊവൈഡ് ഓൾ വെതർ കണക്ടിവിറ്റി ടു ലഡാക്ക് റീജിയൻ എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഇറ്റ് ക്രോസസ് ഓൺലി വൺ പാസ് ഷിക്കുല അറ്റ് ദ ഇവാലുവേഷൻ ഓഫ്
16,558 feet where the tunnel work about commence under the BRO's supervision. ഓക്കെ, അതായത് എന്താണ്, ഒരേ ഒരു പാസ് കൂടിയാണ് എന്ത് വരുള്ളൂ, ഏതാണ്, ഷിങ്കുണ്ട്ല പാസ്സാണ്. അതുപോലെ തന്നെ എന്താ, ദ റോഡ് കംപ്ലീഷൻ വിൽ നോട്ട് ഓൺലി സ്ട്രെങ്തൻ ഡിഫൻസ് പെപ്പർഡസ് ബട്ട് ആൾസോ കോൺട്രിബ്യൂട്ട് ദ എക്കോണമിക് ഡെവലപ്മെൻറ്റ് സങ്കാർ വാലി. അതായത് എന്താണ്, ഇത് ഡിഫൻസ് പർപ്പസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, എന്താണ്, സങ്കാർ വാലിയുടെ ഡെവലപ്മെൻറ്റ്, എക്കോണമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, BRO was conceived and raised in 1960 by Pandit Jawaharlal Nehru to coordinate the speedy development of a network of roads in the north and northeastern border regions in the country. അതായത് എന്താണ്, BRO എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1960 നിലവിൽ വന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്, BRO എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ BROൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണിത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, നോർത്ത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, റോഡ്സിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റാണ് ലക്ഷ്യം. ആൻഡ് ഇത് ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അണ്ടറിലാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, ഇതാണ് ആ റോഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മൗണ്ടെയിൻ പാസസ് എലോങ് ദ റോഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിക്കാം, അല്ല അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ള മൗണ്ടെയിൻ പാസസ് എന്നൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ജസ്റ്റ് ആ മൗണ്ടെയിൻ പാസസ് ഏതൊക്കെയെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ലാൻഡ്മാർക്ക് AI റെസൊല്യൂഷൻ. അതായത് എന്താണ്, UN ജനറൽ അസംബ്ലി എന്താ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ന്യൂസ്. എന്താണ് പറയുന്നത്, ദ UN ജനറൽ അസംബ്ലി ഹാസ് ടേക്കൺ ടു ഹിസ്റ്റോറിക് സ്റ്റെപ്പ് ബൈ അഡോപ്റ്റിംഗ് എ ലാൻഡ്മാർക്ക് റെസൊല്യൂഷൻ ഫോക്കസ്ഡ് ഓൺ പ്രൊമോട്ടിംഗ് ദ സേഫ്, സെക്യൂർ ആൻഡ് ട്രസ്റ്റ്വർത്തി യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം അലൈനിങ് വിത്ത് ദ ഗോൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഒന്നാണ് ഏതെന്ന് വിളിക്കുന്നത്, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ AIക്കും AIയുടേതായിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഈ AIയുടെ ടെക്നോളജി പലപ്പോഴും എന്തിനെതിരാണ് എന്നാണ് പറയുന്നത്, ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കെതിരാണ്. ഓക്കെ, എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വയ്ക്കുക. ഓക്കെ, ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഏത് പേഴ്സൻ്റെ സൗണ്ടിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊരു പേഴ്സൻ്റെ സൗണ്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് AR റഹ്മാൻ, മോഹൻലാൽ, മമ്മൂട്ടി എക്സെട്ര. പക്ഷേ അവരുടെ ആ സൗണ്ട് എന്ന് വിളിക്കുന്നത് എന്താണ്, അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അവരുടെ മാത്രം സ്വത്താണ് ആ സൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, AI കടന്നു കയറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും സേഫായിട്ട്, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും സെക്യൂർ ആയിട്ട്, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് UN ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരമൊരു ആശയം അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്താണ് പറയുന്നത്, ദിസ് അഡോപ്ഷൻ മാർക്സ് ദ ഫസ്റ്റ് ടൈം ദ അസംബ്ലി ഹാസ് അഡ്രസ്ഡ് റെഗുലേഷൻ ഇൻ ദി rapidly evolving AI field, significant milestone in the global governance. അതായത് നമുക്കറിയാം UN എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻ്റർ ഗവൺമെൻറ് ആണ് അല്ലേ. എന്താണ് UN എന്ന് വിളിക്കുന്നത്, എന്താണ് ഒരു ഇൻ്റർ ഗവൺമെൻറ് ആണ്. ഓക്കെ, എന്താണ് ഇൻ്റർ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഗവൺമെൻറ്. ആ UN ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. The resolution reorganization AI potential to accelerate the progress towards the 17 Sustainable Development Goals and calls for cooperation among states, private sectors, civil society, other stakeholders to develop regulatory framework and governance approaches for safe AI usage. നമുക്കറിയാം
ഓൾറെഡി UN എന്തുണ്ട്, SDG ഗോൾസ് ഉണ്ട് അല്ലേ, 2030 ആകുമ്പോഴേക്കും നടപ്പിലാക്കണം എന്ന് പറയുന്നതാണ് ഏത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് വിളിക്കുന്നു. ഓൾറെഡി അവർക്ക് എന്തുണ്ട്, ഇത്തരം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അതിൻ്റെ പുറമെയാണ് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം ഒരു നല്ല ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏതൊരു ആശയം കൂടിയും, അല്ലെങ്കിൽ ഏതൊരു ആശയം എന്നല്ല പറയാൻ പറ്റുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ കൃത്യമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എന്താണ് പറയുന്നത്, അഡീഷണലി ദ അസംബ്ലി സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രിങ്ങിങ് ദ ഡിജിറ്റൽ ഡിവൈഡ് ബൈ supporting developed countries in the gaining inclusive access to AI technologies and enhancing digital literacy, ensuring that technological advancement benefits everyone equally. അതായത് എന്താണ്, ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എല്ലാവരിലേക്കും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതൊരു ടെക്നോളജി വരുമ്പോഴും, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഏതൊരു ടെക്നോളജി വരുമ്പോഴും, ഫോർ എക്സാമ്പിൾ ഏതൊരു ടെക്നോളജി വരുമ്പോഴും അവിടെ ഒരു സമൂഹത്തിൽ എന്തുണ്ടാവും, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും അല്ലേ. ഏതൊരു ടെക്നോളജി വരുമ്പോഴും ഏതൊരു സമൂഹത്തിലും എന്ത് സൃഷ്ടിക്കും, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കും. ആൻഡ് ഗവൺമെൻറ് പറയുന്നുണ്ട് വർഷത്തിൽ 69%, ഓക്കെ 69% എന്ത് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ആൻഡ് UN ഈ റെസൊല്യൂഷൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെക്നോളജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടെക്നോളജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം, UN ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതെന്തല്ല, ലീഗലി ബൈൻഡിങ് അല്ല. ഓക്കെ, എന്താണ് ലീഗലി ബൈൻഡിങ് അല്ല എന്ന് പറയുന്നത്, ഇതൊരു ക്രൂഷ്യൽ ഇൻഡിക്കേറ്ററാണ്. അതായത് എന്താണ് ലീഗലി ബൈൻഡിങ് ആൻഡ് നോൺ ലീഗലി ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് UN ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്ന് വയ്ക്കും. ഓക്കെ, UN എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്, ആൻഡ് ഈ റെസൊല്യൂഷൻ ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെസൊല്യൂഷൻ ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ UN മെമ്പേഴ്സ് ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, UN മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതേസമയം നോൺ ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് നോൺ ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിം മെമ്പേഴ്സ്, UN മെമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഇതെന്തല്ല അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളതാണ്. ഇവിടെ UN തന്നെ പറയുന്നുണ്ട് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. UN പറയുകയാണ് എന്താണ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ഗ്ലോബൽ ഒപ്പീനിയൻ, അതായത് എന്താണ്, AI ഒരു ക്രൂഷ്യൽ ഇൻഡിക്കേറ്ററാണ്. അതായത് AI വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ക്രൂഷ്യൽ ഇൻഡിക്കേറ്റർ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു പോളിസി അഡോപ്റ്റ് ചെയ്ത് ആര് കാണുന്നത്, നമ്മുടെ UN കാണുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു ക്രൂഷ്യൽ ഇൻഡിക്കേറ്റർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ UN കൊടുക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്, കെറ്റമൈൻ. എന്താണ്, ഇൻ ദ റീസെൻറ്റ് ഇൻ്റർവ്യൂ എലോൺ മസ്ക് റിവീൽഡ് ഹി യൂസസ് prescription for ketamine to manage what described as negative chemical state similar to depression. ഓക്കെ, ഇതാണ് എന്താണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കെറ്റമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കെറ്റമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെറ്റമൈൻ ഈസ് എ മെഡിക്കേഷൻ പ്രൈമർലി യൂസ്ഡ് ഫോർ ഇൻഡ്യൂസിങ് അനസ്തേഷ്യ ആൻഡ് സെഡേഷൻ ഇൻ മെഡിക്കൽ സെറ്റിങ്സ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഇത് കെറ്റമൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്, it belongs to a class of drugs called dissociative anesthetics, which means it can cause person to feel detached from reality and experience a sense of disconnection from their surroundings. ഇവിടെ എന്താണ് ചെയ്യുന്നത്, കെറ്റമൈൻ ഷോസ് പ്രോമിസ് ഇൻ ദ ട്രീറ്റിംഗ് ഡിപ്രഷൻ എസ്പെഷ്യലി ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് കോസ് ഇറ്റ് ഈസ് നോട്ട് എ ക്യൂർ എന്നാണ്. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ദ കൺജങ്ഷൻ വിത്ത് അതർ തെറാപ്പീസ്, മറ്റു തെറാപ്പീസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ആൻഡ് മിസ്യൂസ് ഓഫ് കെറ്റമൈൻ ക്യാൻ ലീഡ് ടു ഹാർംഫുൾ എഫക്ട്സ് സച്ച് ആസ് ഹാലൂസിനേഷൻസ്, കൺഫ്യൂഷൻ, ഡിസൊക്കേഷൻ ആൻഡ് ഹൈ ഡോസ്. ഇറ്റ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഫോർ ലൈഫ് ത്രെറ്റനിങ്. അതുപോലെ തന്നെ കെറ്റമൈൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ തെറ്റായ ഉപയോഗം എന്താണ്, ഹലൂസിനേഷനിലേക്ക്, കൺഫ്യൂഷനിലേക്ക്, ഡിസൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഹൈ ഡോസസ് കൊടുക്കുമ്പോൾ എന്താണ്, അത് മറ്റ് ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ പോകും എന്നുള്ളതും ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ്, ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ത്രിപുരാസ്
മറ്റബാരി, പെര ആൻഡ് പച്ചര റിസീവ്ഡ് GI ടാക്സ്. നമുക്കറിയാം എന്താണ് GI ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ആണ് ഏതെന്ന് വിളിക്കുന്നത്? GI ടാക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് GI ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ GI ടാക്സിനെ കുറിച്ച് പഠിച്ചിരുന്നത് അതായത് എന്താണ് ഈ GI ടാക്സ് എന്നുകൊണ്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റിന്, ഓക്കെ, ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റിന് എന്ത് കിട്ടുകയാണ്? GI ടാഗ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? GI ടാഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് പ്രൊഡക്റ്റ് പിന്നെ എവിടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ആ ഒരു സ്ഥലത്ത് മാത്രമേ എന്താണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് എന്താണ് GI ടാഗ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് പ്രൊഡക്റ്റ് പിന്നെ ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. നിലവിൽ അത് ത്രിപുരയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മെറ്റബാരി പെര, എ ഡയറി ബേസ്ഡ് കൺഫെക്ടറി ദാറ്റ് സെർവ്ഡ് ആസ് എ പ്രസാദ് അറ്റ് ത്രിപുര സുന്ദരി ടെമ്പിൾ. ഓക്കെ, ത്രിപുര സുന്ദരി ടെമ്പിളിൽ കൊടുക്കുന്ന ഒരു പ്രസാദമാണ് ഇത് മറ്റബാരി പീര എന്ന് വിളിക്കുന്നത്. ആൻഡ് പച്ചര ആൻഡ് ഹാൻഡ് വോൺ ക്ലോത്ത് യൂസ്ഡ് ബൈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ഹാവ് ബീൻ റീഓർഗനൈസ്ഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് GI ടാഗ്. അതുപോലെ തന്നെ എന്താണ്? ഹാൻഡ് വൂവൺ ക്ലോത്തിനും, അതൊക്കെ പച്ചര എന്ന് പറയുന്ന ഹാൻഡ് വൂവൺ ക്ലോത്തിനും എന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്? GI ടാഗ് കിട്ടുന്നുണ്ട്. ആൻഡ് GI ടാഗ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി എന്താണ് GI ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ GI ടാഗ് എൻഷുവേഴ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ഇമിറ്റേഷൻ ഓർ മിസ്യൂസ് ഓഫ് ദി പ്രൊഡക്റ്റ്, സേഫ് ഗാർഡിംഗ് ഇറ്റ്സ് ഓതൻറ്റിസിറ്റി ആൻഡ് പ്രിസേർവിംഗ് ദ കൾച്ചറൽ ഹെറിറ്റേജ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഓതൻറ്റിസിറ്റി ടാഗാണ് GI ടാഗ്. ഇത് മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ദിസ് റീഓർഗനൈസേഷൻ ആൾസോ ഫെസിലിറ്റീസ് മാർക്കറ്റ് ആക്സസ് ദ പ്രൊമോഷൻ ഓഫ് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് ഇൻ്റർനാഷണലി, ഫോസ്റ്ററിംഗ് എക്കോണമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻവോൾവിംഗ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ GI ടാഗ് പലപ്പോഴും കിട്ടുന്നത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങൾക്ക് GI ടാഗ് കിട്ടുമ്പോൾ അത് ഡൊമസ്റ്റിക്കലി അല്ലെങ്കിൽ ഇൻ്റർനാഷണലി, ഓക്കെ, ഒന്നെങ്കിൽ ഡൊമസ്റ്റിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ആയിരിക്കാം, ഇത്തരം പ്രൊഡക്റ്റുകളെ എത്താൻ എന്തുണ്ട്? അത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് തന്നെ ത്രിപുരയുടെ ഐക്കോണിക് ക്യൂൻ പൈനാപ്പിളിന് എന്ത് ചെയ്യുന്നു? ഇത്തരം GI ടാഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് നിന്ന് ഏകദേശം 13 പ്രൊഡക്റ്റുകൾക്ക് എത്തിയുന്നുണ്ട്. ഇത്തരം GI ടാഗ് കിട്ടിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ GI ടാഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അതായത് ഒരു സ്ഥലത്തെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ മാത്രം നിർമ്മിക്കാനും അവർക്ക് മാത്രം വിൽക്കാനുമുള്ള ലൈസൻസ് ആണ് ഏതെന്ന് വിളിക്കുന്നത്? GI ടാഗ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ ചോദിക്കാം, ഇപ്പോൾ കറണ്ട് അഫെയർ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, ഈ അടുത്ത കാലത്ത് ത്രിപുരയിൽ നിന്ന് ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്കാണ് GI ടാഗ് കിട്ടിയത്? അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ എന്താണ് വരാനുള്ള സാധ്യത. അപ്പോൾ അത്തരം ടാഗുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് GI ടാഗ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് എന്താണ്? ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് അഥവാ ICI. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്? ഇന്ത്യസ് കോർ സെക്ടർ ഔട്ട്പുട്ട് വിറ്റ്നസ്ഡ് എ നോട്ടബിൾ സർജ് ഇൻ February 2024 with the growth of reaching 3-month high of 6.7. This growth was primarily driven by significant increase in coal, natural gas and cement production. നമുക്കറിയാം ഈ കോൾ അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് അതുപോലെ തന്നെ സിമെൻറ്റ് പ്രൊഡക്ഷൻ ഒക്കെ എന്താണ് ഇന്ത്യയുടെ 8 ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന വളർച്ചയാണ് എന്താണ് ഇവിടെ കറണ്ട് അഫെയർ ആയിട്ട് വരാനുള്ളൊരു കാരണം. ഓക്കെ, ഏതൊക്കെയാണ് ഇന്ത്യയുടെ 8 കോർ ഇൻഡസ്ട്രീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്? എന്താണ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എവറി മന്ത് ആൻഡ് റിലീസ്ഡ് ബൈ, ഇതെല്ലാ മാസവും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ആരാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ OEA, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT ആൻഡ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാ മാസവും എന്ത് ചെയ്യുന്നത്? ഇത് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ICI എന്ന് വിളിക്കുന്ന 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്ന പല പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് അടങ്ങുന്നതാണ്. പ്രധാനമായിട്ടും ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് കോളാണ്. ഓക്കെ,
കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൾ പ്രൊഡക്ഷനാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ എന്താണ്? എന്തോ ഒഴിവാക്കിയിരിക്കുന്നു? കോക്കിംഗ് കോൾ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ എന്താണ്? ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ സോഴ്സസ് ആൻഡ് ഇമ്പോർട്ട്സ് ഫ്രം ഭൂട്ടാൻ തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ടോട്ടൽ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ സിമെൻറ്റ് പ്രൊഡക്ഷൻ ഇൻ ബോത്ത് ലാർജ് പ്ലാന്റ്സ് ആൻഡ് മിനി പ്ലാന്റ്സ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ സ്റ്റീലാണ്, എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് അലോയ് ആൻഡ് നോൺ അലോയ് സ്റ്റീൽ ഓൺലി. പിന്നെ വരുന്ന റിഫൈനറി പ്രൊഡക്റ്റാണ്, എന്താണ്? ടോട്ടൽ റിഫൈനറി പ്രൊഡക്ഷൻ. പിന്നെ വരുന്ന ഫെർട്ടിലൈസറാണ്, എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് യൂറിയ, അമോണിയം സൾഫേറ്റ്, കാൽഷ്യം, അമോണിയം നൈട്രേറ്റ്, കോംപ്ലക്സ് ഗ്രേഡ് ഫെർട്ടിലൈസർ, സിംഗിൾ സപ്പോർട്ട് ഹോസ്റ്റേറ്റ് എമംഗ് അതേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അഥവാ 8 കോർ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കറണ്ട് വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കറണ്ട് വെയിറ്റേജ് നിങ്ങൾ മൊത്തം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കറണ്ട് വെയിറ്റേജ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആലോചിച്ചാൽ മതി. ഒന്നാം സ്ഥാനത്ത് വരുന്ന പെട്രോളിയം ആൻഡ് റിഫൈനറി പ്രൊഡക്റ്റാണ്. പിന്നെ വരുന്ന ഏതാണ്? ഇലക്ട്രിസിറ്റി. പിന്നെ വരുന്ന ഏതാണ്? സ്റ്റീൽ. അതുപോലെ തന്നെ കോൾ, ക്രൂഡ് ഓയിൽ. പിന്നെ ഏതാണ് വരുന്നത്? നാച്ചുറൽ ഗ്യാസ്, സിമെൻറ്റ് ആൻഡ് ഫെർട്ടിലൈസർ. അങ്ങനെയാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ഇത് സി വിജിൽ, എംപവറിംഗ് ഇലക്ടോറൽ ഓവർസൈറ്റ്. ഓക്കെ, നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ് ഏതെന്ന് വിളിക്കുന്നത്? സി വിജിൽ എന്ന് വിളിക്കുന്നത്. എന്താണ് സി വിജിൽ എന്ന് വിളിക്കുന്നത്? The Sea Vigil app by Election Commission of India has emerged a powerful tool for citizens to report election code violations, particularly during the ongoing general election 2024. നമുക്കറിയാം 2024 നമ്മൾ എന്തിനെ നേരിടുകയാണ്? ലോക്സഭാ ഇലക്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? നേരിടുകയാണ് അല്ലേ? ഇന്ത്യ ഇനി ആര് ഭരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതെന്തോ ആയിക്കോട്ടെ. നമുക്കറിയാം ഈ ലോക്സഭാ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ആരാണിത് കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റാം. അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പുതിയ ആപ്പാണ് ഏതെന്ന് വിളിക്കുന്നത്? സി വിജിൽ എന്ന് വിളിക്കുന്നത്. എന്താണ് സി വിജിലിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കോഡ് വയലേറ്റ് ചെയ്യുക അല്ലേ? അത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസിന്, ഓക്കെ, അതായത് വോട്ട് ചെയ്യുന്ന ആളുകൾ, ആരും അത്രയും വോട്ട് ചെയ്യും, നമുക്കറിയാം സിറ്റിസൺസ് മാത്രമേ വോട്ട് ചെയ്യൂ. സിറ്റിസൺസിന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് ഏത് എന്ന് വിളിക്കുന്നത്? സി വിജിൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഒന്നെന്താണ്? രജിസ്റ്റർ കംപ്ലയിൻസ് ആണ്. എന്താണ്? സി വിജിൽ അലൗസ് എനി വൺ ദ ഇലക്ഷൻ ബൗണ്ടഡ് സ്റ്റേറ്റ് ടു റിപ്പോർട്ട് വയലേഷൻസ് ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഓക്കെ, MCC എന്നാണ് വിളിക്കുന്നത്. MCC എന്താണ്? മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ദാറ്റ് കംസ് ഇൻ ടു എഫക്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് അനൗൺസ്മെൻറ്റ് ഇലക്ഷൻസ് ആൻഡ് ഗോ ടിൽ ഡേ ആഫ്റ്റർ ദ പോൾസ്. അതായത് എന്താണ്? ഇലക്ഷൻ പ്രചാരണം തുടങ്ങി നമ്മൾ വോട്ട് ചെയ്യുന്നൊരു ഡേറ്റ് ഉണ്ടല്ലേ, അതുവരെയുള്ള എല്ലാ രീതിയിലുള്ള മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഏറ്റവും വലിയ റിപ്പോർട്ടിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനോണിമസ് റിപ്പോർട്ടിംഗ് ആണ്. എന്താണ്? അനോണിമസ് റിപ്പോർട്ടിംഗ്. അതായത് യൂസേഴ്സ് ക്യാൻ സബ്മിറ്റ് കംപ്ലയിൻറ്റ്സ് അനോണിമസ്ലി ensuring their personal detail remain undisclosed. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്ത് വിടില്ല എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് പിന്നെ വരുന്ന ഒരു ആശയമാണ് ഏതെന്ന് വിളിക്കുന്നത്? ജിയോ ടാഗിങ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ദ ആപ്പ് ഓതൻറ്റിക്കലി ആഡ്സ് ജിയോ ടാഗ്സ് ടു റിപ്പോർട്ട് വെൻ യൂസേഴ്സ് ദി ക്യാമറ ഫീച്ചേഴ്സ് പ്രൊവൈഡിങ് പ്രീഷ്യസ് ലൊക്കേഷൻ ഇൻഫോർമേഷൻ ഇൻ ദ ഫീൽഡ് യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കണ്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് നമ്മൾ എവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നു, എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു, അതിൻ്റെ നമ്മുടെ ലൊക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതിൽ ഓൾറെഡി ആഡ് ആവും എന്നുള്ള ഏത് ആപ്പിൻ്റെ പ്രത്യേകതയാണ്? ഈ സി വിജിൽ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് എന്താണ്? ഫയർ ആംസ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഇൻറ്റിമിഡേഷൻ, അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ഫേക്ക് ന്യൂസ്, മണി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡിഫെൻസ്മെൻറ്റ്, കമ്മ്യൂണൽ ഹെയ്റ്റ് സ്പീച്ച്, പെയ്ഡ് ന്യൂസ്, അതുപോലെ തന്നെ ഫീബിയസ് ഡിസ്ട്രിബ്യൂഷൻ, ലിക്വർ ആൻഡ് ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വയലേറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും ഏതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? സി വിജിൽ എന്നുള്ള ആപ്ലിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയായിട്ടാണ് കണക്കാക്കുന്നത്?
സി വിജിൽ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് ക്ലോസിംഗ് സെറിമണി ഓഫ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO hosted the closing ceremony of International Year of Millets IYM 2023 at FAO quarters in Rome. അതായത് റോമിൽ 2023 എന്താണ് നമ്മൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അഥവാ FAO അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്നുള്ള എന്ത് ചെയ്തെന്ന് ഇതിൻ്റെ ക്ലോസിംഗ് സെറിമണി നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എന്താണ് ഇത് ന്യൂസായിട്ട് എന്താണ് വരാനുള്ള കാരണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. ഇനി എന്താണ് മില്ലറ്റ്സ് നമുക്ക് നോക്കാം. എന്താണ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്മാൾ ഗ്രെയിൻഡ് സെറൽസ് ഓൾസോ നോൺ ആസ് കോറസ് ഗ്രെയിൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇത് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? സൂപ്പർ ഫുഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ among the first crops to be domesticated, evidence of millet consumption date back in the Indus Valley civilization. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സിന്ധു നദീതട സംസ്കാരം അല്ലെ ഹാരപ്പൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് കരുതുന്നു. ഓക്കെ. ഇനി ഇതിൻ്റെ ക്ലൈമറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ക്രോപ്പുകളാണ് മില്ലറ്റ്സിൽ വരെ ഏതൊക്കെയാണ്? ഒന്ന് ഖാരിഫ് അല്ല ഒരു റാബി. അതിൽ ഖാരിഫ് ക്രോപ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്ന ഏകദേശം എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ റെയിൻഫോൾ എന്ന് വിളിക്കുന്നത് എന്താണ്? അറൗണ്ട് 50 മുതൽ 100 സെൻറ്റിമീറ്റർ വരെയാണ്. സോയിൽ ടൈപ്പ് എന്ന് വിളിക്കുന്നത് എന്താണ്? ഇൻഫീരിയർ അലൂവിയൽ ഓർ ലോയ്മി സോയിലാണ്. ഇനി ഇന്ത്യൻ മില്ലറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഗ്ലോബൽ ലാർജസ്റ്റ് മില്ലറ്റ് പ്രൊഡ്യൂസർ നോക്കുകയാണെങ്കിൽ എന്താണ്? 20% ഓഫ് ദ ഗ്ലോബൽ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ 80% ഓഫ് ദ ഏഷ്യാസ് പ്രൊഡക്ഷൻ എവിടെ നിന്നാണ്? ഇന്ത്യ എന്നാണ്. ഓക്കെ. നമ്മളിനി കോമൺ മില്ലറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? റാഗി അഥവാ ഏതാണ്? ഫിംഗർ മില്ലറ്റ്സ്. അതുപോലെ തന്നെ ജോവ, സോഗം, അതുപോലെ തന്നെ സമ, ലിറ്റിൽ മില്ലറ്റ്, ബാജ്ര, അതുപോലെ തന്നെ എന്താണ്? പേൾ മില്ലറ്റ് ആൻഡ് വറീഗ, പ്രോസോ മില്ലറ്റ് ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇൻഡിജിനസ് വെറൈറ്റീസിൽ വരുന്ന സ്മോൾ മില്ലറ്റ്സ് കോഡോ, കുട്ക്കി, ചെന, സൻവ തുടങ്ങിയവയാണ്. ഇനി ടോപ്പ് മില്ലറ്റ്സ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രാജസ്ഥാനാണ്, ലാർജസ്റ്റ് ആണ്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ്. അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ഇനീഷ്യേറ്റീവ് ഫോർ ദി ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ത്രൂ ഇൻറ്റൻസീവ് മില്ലറ്റ് പ്രൊമോഷനാണ്. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യാസ് വെൽത്ത് മില്ലറ്റ്സ് ഫോർ ഹെൽത്ത്. അതുപോലെ തന്നെ മില്ലറ്റ് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ചലഞ്ച്. അതുപോലെ തന്നെ ഹൈക്കഡ് MSP ഫോർ മില്ലറ്റ്സ്. അതായത് MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുന്നതാണല്ലേ എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസാണ്. മിനിമം സപ്പോർട്ട് പ്രൈസാണ് ഏതെന്ന് വിളിക്കുന്നത്? MSP എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മിനിസ്റ്ററി മില്ലറ്റ്സിന് എന്തായിട്ട് ന്യൂട്രി സെറൽസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2018 എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന ഇനീഷ്യേറ്റീവ്സാണ്. ഇതിൻ്റെ ഭാഗമായിട്ടല്ല, ഇന്ത്യയിൽ മില്ലറ്റ്സിന് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇനി സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്? ലെസ് എക്സ്പെൻസീവ് ആണ്, ന്യൂട്രീഷണലി സുപ്പീരിയർ ആണ്. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ, ഫൈബർ, മിനറൽസ്, അയൺ, കാൽഷ്യം, ലോ ജനമിക് ഇൻഡെക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? ഹെൽപ്പ് ടാക്കിൾ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത്. അതുപോലെ തന്നെ ഫോട്ടോ ഇൻറ്റൻസീവ് ആണ്, റിലേറ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വാട്ടർ എഫിഷ്യൻ്റ് ആണെന്നുള്ള. അതുപോലെ തന്നെ പല രീതിയിലുള്ള മില്ലറ്റ്സ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അത് ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക മാപ്പ്. ക്ലിയർ. അത് നിങ്ങൾക്ക് ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? Does the judiciary have power to hold a law before declaring the unconstitutional എന്നുള്ളതാണ്. എന്താണ് ഇത് ന്യൂസ്? എന്താണ്? The Supreme Court of India has placed a temporary hold on the central government notification establishing a fact check unit. ഓക്കെ. അതായത് എന്താണ്? നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് എന്തുകൊണ്ടിരുന്നു? ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫെയറിൽ പറഞ്ഞിരുന്നു ഈ പ്രസ് ഇൻഫർമേഷൻ്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടെമ്പററി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ന്യൂസായി വരുന്നത്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അത്തരമൊരു കാര്യം വരുന്നതിന് മുമ്പ് തന്നെ ജുഡീഷ്യറിക്ക് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കാൻ സാധിക്കുമോ? നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു നിയമം വന്നതിന് ശേഷമാണ് അത് അല്ലെങ്കിൽ നിയമം
പ്രസിഡൻ്റൊക്കെ ഒപ്പുവെച്ചതിന് ശേഷമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണലാണോ അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണോ എന്നുള്ള കാര്യം ആര് തീരുമാനിക്കുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അങ്ങനെ ഒരു കാര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കാനുള്ള അധികാരം ആർക്കുണ്ടോ? സുപ്രീം കോടതിക്കുണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിയറി എന്ന് വിളിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എന്താണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഒരു രാജ്യത്ത് 3 സ്ഥാപനങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് എന്ന് വിളിക്കുന്ന ഏതാണ്? ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയമ നിർമ്മാണ സഭ. 2 എന്ന് വിളിക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണ വിഭാഗം ആൻഡ് ജുഡീഷ്യറി. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ ചെക്ക് ആൻഡ് ബാലൻസ് എന്നൊക്കെ വിളിക്കാം. അതിൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? നിയമങ്ങൾ നിർമ്മിക്കും. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ നടപ്പിലാക്കും. എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്ന നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ജുഡീഷ്യറി പരിശോധിക്കും. ഇനി ജുഡീഷ്യറി ജഡ്ജ്മെൻറ്റ് തെറ്റാണെങ്കിൽ അതിനെതിരായിട്ട് ലെജിസ്ലേച്ചർ നിയമങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ചെക്ക് ആൻഡ് ബാലൻസ്, അല്ലെങ്കിൽ എന്ത് പേരിൽ വിളിക്കാം? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ജുഡീഷ്യറിക്കാണ്. ഓക്കെ, ഇനി ജുഡീഷ്യറിക്ക് അത്തരമൊരു അധികാരമുണ്ടോ എന്ന് നോക്കാം. എന്താണ്? ദ ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് പ്രിസ്യൂംഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വൈൽ ഇറ്റ് ഈസ് എ സബ്ജക്റ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ. ദ ബർഡൻ ലൈസ് വിത്ത് ദ പെറ്റീഷണേഴ്സ് ഇൻ ദ കോർട്ട് ടു പ്രൊവൈഡ് ഇറ്റ്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. Courts tend to avoid suspending laws until they determine their constitutionality, balancing judicial review and parliamentary legislative authority. അതായത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട്, നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. ഓക്കെ, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് എന്താണ്? അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. അതിനെയാണ് നമ്മളിപ്പോൾ പഠിച്ച ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നത്. രണ്ടും എന്താണ്? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യം എന്താണ്? നിർബന്ധമാണ് എന്നുള്ളതാണ്. പക്ഷേ പറയുന്നത് എന്താണ്? ഹൗവർ ഐടി റൂൾസ് ഇൻ ക്വസ്റ്റ്യൻ ആർ നോട്ട് ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് ബട്ട് ആർ ഫോർമുലേറ്റഡ് ബൈ മിറ്റി അണ്ടർ പവേഴ്സ് delegated by parliament affecting the presumption of constitutionality. The Supreme Court leans towards the opinion that fulfill the requirements for the explicit finding of unconstitutionality resulting in temporary stay. Previous cases such as the Maratha Reservation Law, Maharashtra 2020 and the Farm Laws 2021 were the later repealed were temporarily suspended by the Supreme Court. അതായത് എന്താണ്? ഇപ്പോൾ പറയുന്നത്രേ ഉള്ളൂ, ഏതെങ്കിലും ഒരു നിയമം വരുന്ന അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഓക്കെ, എന്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോടതി പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരമൊരു കാര്യം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെന്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷണലായി കാണാൻ ആർക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്? സുപ്രീം കോടതിക്ക് എന്താണ്? പൂർണ്ണമായിട്ടും എന്താണ്? അവകാശമുണ്ട് എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ഡിബേറ്റ് ഓൺ പോസ്റ്റ് റിട്ടയർമെൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഫോർ ജഡ്ജസ് ആണ്. ന്യൂസ് നോക്കാം. എന്താണ്? ദ പ്രാക്ടീസ് ഓഫ് ജഡ്ജസ് ആക്സെപ്റ്റിംഗ് ദ ഒഫീഷ്യൽ പോസ്റ്റ് after retirement has become a subject on debate, particularly in light of recent events where the former judge joined a political party shortly after resigning from the judiciary, raised questions about judicial conduct. അതായത് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജുഡീഷ്യറിയിൽ നിന്ന് റിസൈൻ ചെയ്തൊരു വ്യക്തി എന്ത് ചെയ്തിരുന്നു? ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ജുഡീഷ്യറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എക്സിക്യൂട്ടീവിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു സ്ഥാപനമാണ് ഏത് എന്ന് വിളിക്കുന്നത്? ജുഡീഷ്യറി. ഓക്കെ, എന്താണ്? എക്സിക്യൂട്ടീവിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു സ്ഥാപനമാണ് ഏത്? ജുഡീഷ്യറി. അപ്പോൾ അത്തരം ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ആകുന്ന അല്ലെങ്കിൽ റെസിഗ്നേഷൻ ചെയ്യുന്ന ജഡ്ജസിനോ ഇത്തരം രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്താണ് ചോദ്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്? ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജുഡീഷ്യറി അത് തീർച്ചയായിട്ടും ബാധിക്കുമോ ഇല്ലയോ. അപ്പോൾ ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. നമുക്കറിയാം, ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്?
എല്ലാ കാലത്തും എന്തായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതെന്ന് വിളിക്കുന്നത്, ജുഡീഷ്യറി. അപ്പോൾ അത് ആ ഇൻഡിപെൻഡൻസിനെ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടയേർഡ് ജഡ്ജസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 124 ക്ലോസ് 7 എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 124 ക്ലോസ് 7 പറയുന്നത്? ഇറ്റ് പ്രൊഹിബിറ്റ്സ് എ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഫ്രം പ്രാക്ടീസിങ് ബിഫോർ എനി കോർട്ട് ഓർ അതോറിറ്റി ഇൻ ഇന്ത്യ. അതായത് എന്താണ്, റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിന് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് റെസ്ട്രിക്ഷൻ ഈസ് എയിംഡ് മെയിൻറ്റെയിനിങ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഓഫ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ എന്താണ് ഒരു റെസ്ട്രിക്ഷനാണ്, എന്താണ് അതിൻ്റെ ഇൻഡിപെൻഡൻസ് ഇംപാർഷ്യാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഹൗവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് എക്സ്പ്ലിസിറ്റ്ലി പ്രൊഹിബിറ്റ് റിട്ടയർഡ് ജഡ്ജസ് ഫ്രം ആക്സെപ്റ്റിംഗ് പോസ്റ്റ് റിട്ടയർമെൻറ്റ് അസൈൻസ് ഓർ അപ്പോയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്, പോസ്റ്റ് റിട്ടയർ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സോ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല, ഇത്തരം റിട്ടയേർഡ് ജഡ്ജസിനില്ല എന്നുള്ളതാണ്. ആൻഡ് ആർട്ടിക്കിൾ 128 എന്താണ് പറയുന്നത്, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് ദ പ്രസിഡന്റ് കൺസെൻറ്റ് മേ റിക്വസ്റ്റ് എ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് ഇന്ത്യ, ദ സുപ്രീം കോർട്ട്, ഫെഡറൽ കോർട്ട്, ഹൈക്കോർട്ട് ക്വാളിഫൈഡ് ഫോർ സുപ്രീം കോർട്ട് അപ്പോയിൻമെൻറ്റ് ടു സിറ്റ് ആൻഡ് ആക്ട് ആസ് സുപ്രീം കോർട്ട് ജഡ്ജ്. അതായത് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടി എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം ഒരു റിട്ടയർഡ് ജഡ്ജിനെ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യണം, ഒരു സുപ്രീം കോർട്ടിലെയോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലൊക്കെ എന്ത് ചെയ്യണം, ജഡ്ജാക്കി വെക്കണം എന്നുള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 220 എന്താണ് പറയുന്നത്, ദ ബാർസ് ഹൈക്കോർട്ട് ജഡ്ജസ് ഫ്രം പ്ലീഡിംഗ് ബിഫോർ എനി അതോറിറ്റി ഇൻ ഇന്ത്യ എക്സ്പെക്ട് ദ സുപ്രീം കോർട്ട് ആൻഡ് അതർ ഹൈക്കോർട്ട്സ് എന്നുള്ളതും ഏതിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 220 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന റിലേറ്റഡ് ആയ കേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വരുന്നത് എന്താണ്, ബോംബെ ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് വരുന്നത്. ഏതാണ്, ബോംബെ ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിലെന്താണ് പറയുന്നത്, ദ സുപ്രീം കോർട്ട് ഡിസ്മിസ്ഡ് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പെറ്റീഷൻ സീക്സ് എ മാൻഡേറ്ററി കൂളിംഗ് ഓഫ് പീരീഡ് ഓഫ് 2 years ഫോർ റിട്ടയേർഡ് ജഡ്ജസ് ബിഫോർ ആക്സെപ്റ്റിംഗ് പോസ്റ്റ് റിട്ടയർമെൻറ്റ് അപ്പോയിൻമെൻറ്റ്സ്. അതായത് എന്താണ്, ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരുന്നത്. എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? നമുക്കറിയാം, പൊതു താല്പര്യ ഹർജിയാണ്. ആ പൊതു താല്പര്യ ഹർജിയിൽ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇത്തരം ജഡ്ജസിന്, റിട്ടയേർഡ് ജഡ്ജസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റ് റിട്ടയർ അപ്പോയിൻമെൻറ്റ്സ് പോസിബിൾ ആണോ എന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോർട്ട് എന്ത് ചെയ്യുന്നു, അത്തരം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ത് ചെയ്തിരുന്നു, ഡിസ്മിസ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. That means the apex court stated that it was not within the court jurisdiction to mandate a cooling off period എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്, while dismissing the public interest litigation, the court underscored the importance of enacting legislation to regulate post-retirement appointment for judges, thereby leaving the matter of the discretion concerned judges of legislative intention. അതായത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത്തരം ജഡ്ജസായ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും എന്താണ്, നിയമനിർമ്മാണത്തിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ്, വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് എന്താണ്, ജഡ്ജസിൻ്റെയോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഇൻ്റർവെൻഷൻസിനോ അനുസരിച്ചുള്ള ഡിസ്ക്രിഷണറി പവറാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സാഹചര്യം വരെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അങ്ങനെ പോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 14th ലോ കമ്മീഷൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ 14th ലോ കമ്മീഷൻ ഹെഡഡ് ബൈ MC Stilwell had recommended that judges should not take up post-retirement jobs from the government. It also recommends setting cool-off period after retirement എന്നുള്ളതാണ് ആരും പറയുന്നത്, 14th ലോ കമ്മീഷൻ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, there is no specific rules that prevents judges from accepting such positions. പക്ഷേ നിലവിലെ നിയമം വെച്ച് ഈ ജഡ്ജസിന് ഇവിടെ എന്താണ്, അപ്പോയിൻമെൻറ്റ് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്ന നിയമങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം നിയമങ്ങളൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് സ്വീകരിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും എന്ത് ചെയ്തിട്ടുള്ള നടന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഓരോരോ ജഡ്ജസും അതുപോലെ തന്നെ എന്താണ് അവരുടെ അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ. അതിലാദ്യം ആരാണ് വരുന്നത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് വരുന്നത്, CJI ആണ് വരുന്നത്. എന്താണ്, ആർട്ടിക്കിൾ 124 ക്ലോസ് 2 എന്ന് പറയുന്നത്, വെസ്റ്റ് ദ പവർ ഓൺ ദ പ്രസിഡന്റ് ടു അപ്പോയിൻറ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻക്ലൂഡിംഗ്
Chief Justice by warrant under his hand and seal. The outgoing CJI recommend his successor, typically based on seniority. ഓക്കെ, അതായത് എന്താണ്, ഇപ്പം നിലവിലൊരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടെന്ന് വയ്ക്കുക. ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇതിൻ്റെ താഴെയുള്ള 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും, ഓക്കെ, 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും ചേർന്നായിരിക്കും എന്ത് ചെയ്യുക, ആരെ റെക്കമെൻഡ് ചെയ്യുക, അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസ് ആണെങ്കിൽ എന്താണ്, അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്, പ്രസിഡൻറ്റ് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയും പ്രപ്പോസൽ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അതും ഏതാണ്? കൊളീജിയം സിസ്റ്റം വഴിയാണ്. അതായത് എന്താണ്, ദ CJI കൺസൾട്ട് അതർ മെമ്പേഴ്സ് ആൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ കോർട്ട് ഫ്രം ദ റെലവൻറ്റ് ഹൈക്കോർട്ട് ഓപ്പണേഴ്സ് റെക്കോർഡഡ് റൈറ്റിംഗ്. ദ റെക്കമെൻഡേഷൻ ഫോർവേഡ് ടു ലോ മിനിസ്റ്റർ. എന്ത് ചെയ്യും? റെക്കമെൻഡേഷൻ അവർക്ക് കൊടുക്കും ലോ മിനിസ്റ്റർ, ഹു അഡ്വൈസസ് ദി പ്രൈം മിനിസ്റ്റർ ടു അഡ്വൈസ് ദ പ്രസിഡൻറ്റ്. ഇനി ലോ മിനിസ്റ്റർ ആരെ അഡ്വൈസ് ചെയ്യും? പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യും. പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യും. ആൻഡ് പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസ് പ്രകാരം, അല്ല, പ്രസിഡൻ്റാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് എങ്ങനെയാണ്? ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ആർ ടു ബി അപ്പോയിൻറ്റഡ് പ്രസിഡന്റ് അണ്ടർ ക്ലോസ് 1 ഓഫ് ആർട്ടിക്കിൾ 217. ആർട്ടിക്കിൾ 217 ക്ലോസ് 1 പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആരുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആരോട് കൺസൾട്ട് ചെയ്ത ശേഷം ചീഫ് ജസ്റ്റിസിനോടും ഗവർണറും, ആ സംസ്ഥാനത്തിലെ ഗവർണറോടും കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓരോരുത്തരെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ന്യൂസ് നോക്കാം. എന്താണ്? ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ഹാസ് ഡിസൈഡ് ടു delist 18 centrally protected monuments because it has assessed that they do not have the national importance. അതായത് എന്താണ്, നിലവിൽ 18 സെൻട്രൽ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സിൻ്റെ ഡീലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അതിൽ എന്തില്ല എന്നാണ് പറയുന്നത്, നാഷണൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് ആര് പറയുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ അത്തരം നാഷണൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിനെ ഡീലിസ്റ്റ് ചെയ്യാൻ എന്താണ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് ഒരു വട്ടം നമ്മൾ നോക്കിയതാണല്ലേ. അതായത് എന്താണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് ആര് വരുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് certain public monuments and archaeological sites that have been declared on the national importance under the relevant provisions of the Ancient Monuments Preservation Act 1904 and Ancient Monuments and Archaeological Sites and Remains Act 1958. അതായത് 1958 ദ ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ആൻഷ്യൻ മോണുമെൻറ്റ്സ് പ്രിസർവേഷൻ ആക്ട് 1904 പ്രകാരവുമുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സൈറ്റുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം എന്ന് വിളിക്കുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തം. ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ക്യാരിയിങ് ഔട്ട് സർവേസ് ഓഫ് antiquarian remains, exploration and excavation of archaeological site, conservation and maintenance of protected monuments. അതുപോലെ തന്നെ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുക, നിലവിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ആരാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? 1861 എന്താണ്, അലക്സാണ്ടർ കുമിഗാമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫൗണ്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ്? 1861. ഓക്കെ, ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? അലക്സാണ്ടർ കുമിംഗാമാണ്. ഇദ്ദേഹം എന്താണ്? ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ എന്ത് പേരിൽ വിളിക്കുന്നുണ്ട്? ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ എന്ത് പേരിൽ കൂടി വിളിക്കുന്നുണ്ട്? ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, നാളെ ചോദ്യം വരാം, ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ള ചോദ്യം എന്ത് ചെയ്യാം, ചോദിക്കാം. കൂടാതെ ശ്രദ്ധിക്കുക, ഇത് ഏത് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? യൂണിയൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. അതുപോലെ തന്നെ ഏതൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പറഞ്ഞു ഒന്നാമത്തേതാണ് ദ ആൻഷ്യൻ മോണുമെൻറ്റ്സ് പ്രിസർവേഷൻ ആക്ട് 1904 ആണ് ഒന്നാമത്തെ നിയമം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തേതാണ്?
ദ ആൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 ആണ് ഏതെന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ നിയമം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നിലവിൽ നിർമ്മിക്കപ്പെട്ട ഈ രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആര് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ് വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്ന്. ഓക്കെ, എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർസ് എന്താണ് 100 ഇയേഴ്സ് ഓഫ് വൈക്കം സത്യാഗ്രഹം എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ഇന്ത്യ കമ്മമറേറ്റഡ് ദി സെഞ്ചുറി ഓഫ് വൈക്കം സത്യാഗ്രഹ, എ പൈവറ്റൽ മൂവ്മെൻറ്റ് ഇന്ത്യ ഹിസ്റ്ററി ദാറ്റ് ചലഞ്ച് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഓപ്പറേഷൻ. അതായത് നമുക്കറിയാം അൺടച്ചബിലിറ്റി അല്ലേ, നമുക്ക് ഇപ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 17 പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ. അപ്പോൾ അന്നത്തെ അൺടച്ചബിലിറ്റി അതുപോലെ തന്നെ കാസ്റ്റ് ഓപ്പറേഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് ഏതെന്ന് വിളിക്കുന്നത് വൈക്കം സത്യാഗ്രഹ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വൈക്കം സത്യാഗ്രഹ, എ നോൺ വയലൻറ്റ് അജിറ്റേഷൻ അൺഫോൾഡഡ് ഇൻ വൈക്കം വിത്തിൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. അത് ട്രാവൻകൂറിൽ പെടുന്ന സ്ഥലമാണ് ഏത് വൈക്കം എന്നുള്ള പേര് അറിയപ്പെടുന്നത്. നമുക്കറിയാം ട്രാവൻകൂർ എന്നൊരു നാട്ടുരാജ്യമായിരുന്നു. ഓക്കെ, പ്രീഷ്യസ്ലി എ സെഞ്ചുറി എഗോ സ്പാനിങ് ഫ്രം 13th March 1924 ടു 23rd November 1925. അതായത് ഇത് ഏകദേശം നീട്ടുന്നത് 30 മാർച്ച് 1924 മുതൽ 23 നവംബർ 1925 വരെയാണ് എന്ത് ചെയ്തിരുന്നത് ഇത് നീണ്ടുന്നതായിട്ട് കാണാൻ പറ്റുക. ഇത് എന്തിന് ഈ ഒരു മൂവ്മെൻറ്റ് എന്തിനെതിരെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെതിരെയായിരുന്നു? ദിസ് മൂവ്മെൻറ്റ് സ്റ്റുഡ് ആസ് ഫോർമിഡേറ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി entrenched practice of untouchability and caste discrimination that had a long pledged Indian society. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന എന്താണ് കാസ്റ്റ് ഇഷ്യൂസ് അല്ലേ, അതുപോലെ തന്നെ എന്താണ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ തുടങ്ങിയവ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് എന്താണ് ദ മൂവ്മെൻറ്റ് വാസ് ട്രിഗേർഡ് ഫ്രം ദി പ്രൊഹിബിഷൻ ഓഫ് പീപ്പിൾ ഒപ്രസ്ഡ് ക്ലാസസ്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈക്കം മഹാദേവ ടെമ്പിളിൽ പ്രധാനമായിട്ടും ഈഴവാസ് ഫ്രം ദ വാക്കിംഗ് ഓൺ ദ റോഡ്സ് സറൗണ്ടിങ് ദ വൈക്കം മഹാദേവ ടെമ്പിൾ. അതായത് എന്ത് ചെയ്തിരുന്നു അന്നത്തെ ഒപ്രസ്ഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ എന്താണ് ഈഴവാസിനൊന്നും ആ വഴി നടക്കാനുള്ള അനുവാദമില്ലാതായിരുന്നു. അതായത് വൈക്കം മഹാദേവ ടെമ്പിളിൽ കയറാൻ ഓൾറെഡി അനുവാദമില്ല, ആ വഴി നടക്കാനും അനുവാദമില്ല. അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു മൂവ്മെൻറ്റ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എഫേർട്സ് വേർ മെയ്ഡ് ടു നെഗോഷിയേറ്റ് വിത്ത് ദ authorities including Maharani region of Travancore to open temple roads. Okay, it was the first among the temple entry movement in India. ഇന്ത്യയിലെ തന്നെ എന്താണ് ക്ഷേത്ര പ്രവേശന സമരങ്ങളിൽ ഒന്നാണ് ഏത് എന്ന് വിളിക്കുന്ന ഈ വൈക്കം സത്യാഗ്രഹ എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. And it emerged amidst the growing nationalist movement and aimed to foreground social reform alongside political aspirations എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താഴ്ന്ന ജാതിക്കാർ എന്ന് കണക്കാക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക അവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക തിരിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഏതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് എന്താണ് ലക്ഷ്യമായിട്ട് എന്താണ് കൺസിഡർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്, അല്ലെങ്കിൽ എന്ന് മുതൽ എന്ന് വരെയാണ് നടന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നടന്നത്, എവിടെയാണ് ഏത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലാണ് ഇത് നടന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ എക്സാമിന് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആണ് ഏത് വരുന്നത് ഫസ്റ്റ് ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ ഇൻ മുംബൈ. ഓക്കെ, എന്താണ് കറണ്ട് അഫെയർ എന്താണ് ദ ആംഡ് ഫോഴ്സസ് ആർ എംബാർക്കിംഗ് ഓൺ എ സിഗ്നിഫിക്കൻറ്റ് ഇനിഷ്യേറ്റീവ് ടു ട്രാൻസ്ഫോം മുംബൈ ഇൻ ടു ഇന്ത്യാസ് ഇനാഗുറൽ ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ മാർക്കിംഗ് എ ക്രൂഷ്യൽ സെറ്റപ്പ് ടുവേർഡ്സ് അച്ചീവിംഗ് ജോയിനസ് എമംഗ് ആർമി നേവി ആൻഡ് എയർഫോഴ്സ്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ഡിഫൻസ് ഫോഴ്സുകളാണുള്ളത്. ഏതൊക്കെയാണ്? ആർമി, നേവി, അതുപോലെ തന്നെ എന്താണ് എയർഫോഴ്സ്. ഇവരുടെ 3 പേരുടെയും ട്രൈ സർവീസസിൻ്റെ ഒരു കോമൺ ഡിഫൻസ് സ്റ്റേഷനാണ് നിലവിൽ എവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റുക
മുംബൈയിൽ എന്താണ് വരുന്നതുമായിട്ട് എന്താണ് കാണാൻ പറ്റുക, അതുമായി ബന്ധപ്പെട്ട് എന്താണ് കറണ്ട് അഫെയർ ആണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ന്യൂസിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. This strategic move aims to consolidate all facilities resources of the three services. നമ്മൾ പറയുന്ന ഈ 3 സർവീസസ് ഏതൊക്കെ? ആർമി, അതുപോലെ തന്നെ എന്താണ് നേവി. ഇവരുടെ മൂന്ന് പേരുടെയും എന്ത് ചെയ്യുക, ഫെസിലിറ്റീസ് കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉദാഹരണമായിട്ട് എൻകോംപാസിംഗ് ലോജിസ്റ്റിക്, ഇൻഫ്രാസ്ട്രക്ചർ, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് സപ്ലൈസ് ആൻഡ് യൂണിഫൈഡ് ലീഡർഷിപ്പ് ഓഫ് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ലക്ഷ്യം. കറൻ്റ്ലി എന്താണ് മുംബൈ ഹൗസസ് സെപ്പറേറ്റ്ലി വിങ്സ് ഓഫ് 3 സർവീസസ് ഓപ്പറേറ്റിംഗ് ഇൻഡിപെൻഡൻ്റ്. നിലവിൽ മുംബൈയിൽ ഇത് 3 എന്താണ് സെപ്പറേറ്റ് ബോഡീസാണ്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദ നേവി വിത്ത് ഇറ്റ്സ് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ഇൻ മുംബൈ വിൽ അസ്യൂം ദ ലീഡ് റോൾ ഇൻ ദിസ് ദ ന്യൂ ഇൻ്റഗ്രൽ സെറ്റപ്പ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആരായിരിക്കും? നേവി ആയിരിക്കും. സുളൂർ ലൊക്കേറ്റഡ് നിയർ കോയമ്പത്തൂർ ആൻഡ് ഗുവാഹത്തി ആർ എക്സ്പെക്റ്റഡ് ടു ബി സെലക്റ്റഡ് ആസ് ദി സൈറ്റ് ഫോർ ദ 2nd and 3rd കോമൺ ഡിഫൻസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ എന്താണ് സുലൂർ കോയമ്പത്തൂരിനടുത്തുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഗുവാഹത്തി തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും എന്താണ് 2nd, 3rd കോമൺ ഡിഫൻസ് സ്റ്റേഷൻസ് ഉള്ള സൈറ്റുകൾ ഏറ്റെടുക്കുക. കറൻ്റ്ലി ദർ ആർ നോ കോമൺ ഡിഫൻസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. നിലവിൽ എന്താണ് 3 കൂടി ഒരു കോമൺ ഡിഫൻസ് സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. ആൻഡ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ഈസ് ദ ഫുൾ ഫ്ലെഡ്ജ്ഡ് കമാൻഡ് റൈസ്ഡ് ട്രൈ സർവീസ് കമാൻഡ് ഇൻ 2001. 2001 ആൻഡമാൻ നിക്കോബാർ എന്താണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ട്രൈ സർവീസ് കമാൻഡ് മാത്രമാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് 3 കൂടി ഇന്ത്യയിൽ നിലവിൽ എന്തില്ല എന്നാണ് പറയുന്നൊരു ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ 3 കൂടി ഒരു കോമൺ ഡിഫൻസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ മുംബൈയിൽ എന്താണ് അത്തരമൊരു കോമൺ ഡിഫൻസ് സ്റ്റേഷനാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് സ്കോച്ച് ESG അവാർഡ് 2024. എന്താണ് REC ലിമിറ്റഡ് വോൺ സ്കോച്ച് ESG അവാർഡ് 2024 റിന്യൂവബിൾ എനർജി ഫൈനാൻസിങ്. എന്താണ് റിന്യൂവബിൾ എനർജി ഫൈനാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് REC ലിമിറ്റഡ് എന്ത് ചെയ്യുന്നത് സ്കോച്ച് ESG അവാർഡ് 2024 കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസിലേക്ക് പോവാം. REC എന്താണ്? REC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് REC എന്ന് പറയുന്നത്. ഇതെന്താണ് ഒരു മഹാരത്നയാണ് അല്ലേ, ഗവൺമെൻറ്റാണ്. എ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് പവർ. ഇനി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് പവറിൻ്റെ അണ്ടറിലാണ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇത് RBIയിൽ എന്താണ് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയായിട്ട് NBFC ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ് കമ്പനി IFC കൂടിയാണ് എന്തെന്ന് വിളിക്കുന്നത് REC എന്ന് വിളിക്കുന്നത്. ആൻഡ് REC fund both power and non-power infrastructure encompassing a wide range of from generation to transportation and communication project along with the sectors including renewable electric vehicles and green technologies. അതായത് RECയുടെ പ്രധാനമായിട്ടും ഫണ്ടിങ് ചെയ്യുന്ന പവർ ആൻഡ് നോൺ പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഉദാഹരണമായിട്ട് റിന്യൂവബിൾ എനർജി ആവാം, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആവാം, ഗ്രീൻ ടെക്നോളജീസിനൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർ ഫണ്ട് ചെയ്യുന്നത്. ഇനി ഈ സ്കോച്ച് ESG അവാർഡ്സ് എന്തിനാണ് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയോർഗനൈസ് ഓർഗനൈസേഷൻ ഡിമോൺസ്ട്രേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ ദ എൻവയോൺമെൻറ്റൽ സോഷ്യൽ ആൻഡ് ഗവേണൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ദ അവാർഡ് ആൻഡ് അസസ്മെൻറ്റ് ആർ ക്രൂഷ്യൽ ബെഞ്ച്മാർക്ക് ഫോർ assessing organizations' dedication to India 2047 by emphasizing the link between sustainable investment processes for sustainable business future. അല്ല 2047 നമ്മളേക്ക് ഇന്ത്യ അങ്ങനെയാക്കി മാറ്റുന്നതാണ്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. ഇനി സ്കോച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പ്രോമിനൻറ്റ് ഇന്ത്യൻ തിങ്ക് ടാങ്ക് എസ്റ്റാബ്ലിഷ് ഇൻ 1997. 1997 ഇത് സ്ഥാപിതമാവുന്നത്. സ്കോച്ച് ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക ദാറ്റ് സ്പെഷ്യലൈസസ്. ഓക്കെ, എന്താണ് ദാറ്റ് സ്പെഷ്യലൈസസ് ഇൻ സോഷ്യോ എക്കോണമിക് ഇഷ്യൂസ് എൻഗേജിങ് വിത്ത് ദ വൈഡ് റേഞ്ച് ഓഫ് എൻറ്റൈറ്റിൽസ് ഫ്രം ഫോർച്യൂൺ 500 കമ്പനീസ് ടു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ചിലപ്പോൾ ഇതെന്താണ് സ്ഥാപിതമായത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ചോദ്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? ഡിഫൻസ് എക്സ്പോർട്സ് ടച്ച് റെക്കോർഡ് ഹൈ ആണ്. എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ?
എന്താണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫൻസ് എക്സ്പോർട്ട് റീച്ചസ് ദ ഹിസ്റ്റോറിക് ഓഫ് RS 21,083 crore, approximately $2.6 million in the financial year 2023-24. അതായത് ഫൈനാൻഷ്യൽ ഇയർ 2023-24 ഏകദേശം 2.63 ബില്യൺ ആണ് ഡിഫൻസ് എക്സ്പോർട്ട് റീച്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 32.5% ഇൻക്രീസാണ് പ്രീവിയസ് ഫിസിക്കൽ ഇയറിന് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസാണ്. ഇതിൽ വലിയ രീതിയിലൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഏകദേശം 2 ഡെക്കേഡ്സ് എടുക്കുകയാണെങ്കിൽ 2004 to 2005, 2013 to 2014 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്താണ് 21 ഫോൾഡ് ഇൻക്രീസ് ആണ് കാണാൻ പറ്റുക. ഓക്കെ, അതായത് 2004, 2005 മുതൽ 2013, 2014 വരെയും 2014, 2015 മുതൽ 2023, 2024 വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 21 ഫോൾഡ് ഇൻക്രീസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഏകദേശം പ്രൈവറ്റ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ബാക്കി വരുന്ന ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ 40% എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ വർഷത്തെ കഴിഞ്ഞ ഫിസിക്കൽ ഇയറിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫിസിക്കൽ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്സ് വളരെ അധികം ഇൻക്രീസ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ ദ ഇന്ത്യൻ ഡിഫൻസ് സെക്ടർ ഈസ് attributed to policy reforms, ease of doing business initiative and comprehensive digital solutions reflecting the global ascent of Indian defense products and technologies. ഇതിൻ്റെ മീൻസ് ഇതുകൊണ്ട് എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് എന്നുള്ളതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു പോയിന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് വൺ ആണ് എന്താ, സക്സസ്ഫുൾ ടെസ്റ്റ് ഫയറിംഗ് ഓൺ വിക്രം 1 സ്റ്റേജ് 2. നോക്കാം എന്താണ് ന്യൂസ്. സ്കൈറൂട്ട് എയറോസ്പേസ്, എ ലീഡിംഗ് ഇന്ത്യൻ സ്പേസ് ടെക് കമ്പനി, അച്ചീവിംഗ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ വിത്ത് ദ സക്സസ്ഫുൾ ടെസ്റ്റ് ഫയറിംഗ് ഓഫ് സ്റ്റേജ് 2 in the Vikram 1 space launch vehicle known as Kalam 250 at the Indian Space Research Organization's ISRO's popularization tested in the Sriharikota, Andhra Pradesh. ഇതാണ് ഇത് ന്യൂസായിട്ട് എന്താണ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് എന്താണ് കലാം 250, എന്താണ് സിസ്റ്റം അല്ലെങ്കിൽ വിക്രം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, എന്താണ് കലാം 250? യൂട്ടിലൈസസ് ഹൈ സ്ട്രെങ്ത് ആൻഡ് കാർബൺ കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോർ വിത്ത് എ സോളിഡ് ഫ്യൂവൽ ആൻഡ് ഹൈ പെർഫോമൻസ് ഇത്തൈൻ പ്രൊപ്പൈൻ ഡിമൈൻ ത്രോപോളിസ് തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ഇത് കലാം 250. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ എബിലിറ്റി ഫ്ലെക്സ് നോസിൽസ് ആണ് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. വിക്രം 1 എന്താണ്, മാർക്സ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് ആണ്. ഓക്കെ, വിക്രം 1 എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈവറ്റ് ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ചാണ് ഇത് വിക്രം 1 എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫോളോയിങ് ദ സബോർഡിനേറ്റൽ സ്പേസ് ലോഞ്ച് ഓഫ് വിക്രം ഇൻ ദി November 2022, ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഇന്ത്യാസ് പ്രോഗ്രസിങ് ക്യാപ്പബിലിറ്റീസ് ഇൻ ദ സ്പേസ് ടെക്നോളജി ആൻഡ് എക്സ്പ്ലോറേഷൻസ് എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്, ഈ വിക്രം 1ൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ് സ്റ്റാർട്ട്, ദാറ്റ് മീൻസ് 2024. റീസെൻ്റ്ലി the Indian Space Research Organization ISRO announced an active space science program, the Space Science and Technology Awareness Training 2024. ഓക്കെ, എന്താണ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന കറണ്ട് അഫെയർ ആണ്. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റാർട്ട് ഈസ് ആൻ ഇൻട്രൊഡക്ടറി ലെവൽ ഓൺലൈൻ ട്രെയിനിങ് ഇൻ ദ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. സ്പേസ് സയൻസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഏതെന്ന് വിളിക്കുന്നത് സ്റ്റാർട്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ദ അണ്ടർ ഗ്രാജുവേറ്റ് UG ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് PG സ്റ്റുഡൻസ് ഫിസിക്കൽ സയൻസസ്, ദാറ്റ് മീൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സ്റ്റഡിങ് ഇൻ വേരിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ഇന്ത്യ വിൽ ബി എലിജിബിൾ ടു കൺസിഡർഡ് ഫോർ ദി ട്രെയിനിങ്. അതായത് എന്താണ് ഇത്തരം വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ട്രെയിനിങ്ങിൻ്റെ എന്ത് ചെയ്യാം ഭാഗമാകാം. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു അട്രാക്ട് യങ്സ്റ്റേഴ്സ് ടു ദി ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്ത് ചെയ്യുക, ആളുകളെ എന്ത് ചെയ്യുക, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമാക്കുക എന്നുള്ള ഇതിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം ട്രെയിനിങ്സിൻ്റെ എന്താണ് ലക്ഷ്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹെഡ് വരുന്നത് ഏതാണ്, പ്രൈം മിനിസ്റ്ററാണ്. അതിൻ്റെ താഴെ എന്താണ്
സ്പേസ് കമ്മീഷൻ, അതുപോലെ തന്നെ അതിൻ്റെ താഴെയാണ് ഏത് വരുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ താഴെയാണ് ഏതൊക്കെ വരുന്നത്, ഓട്ടോണമസ് ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്പേസ് ഉണ്ട്, ISRO ഉണ്ട്, ആൻഡ്രിക്സ് ഉണ്ട്, NSIL ഉണ്ട്. അതിൽ ISROയിലാണ് ഏത് വരുന്നത്, ISRO കൗൺസിലും അതുപോലെ തന്നെ R&D ആൻഡ് എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചിലപ്പോൾ എന്താണ് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇത് ഈ ഫ്ലോ ചാർട്ടൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഹാവനാസ് സിൻഡ്രോം. എന്താണ്, റീസെൻ്റ്ലി ദർ ഹാസ് ബീൻ നോട്ടീസബിൾ സർജ് ഇൻ ദ ഇൻട്രസ്റ്റ് ഇൻ ദ ഹാവനാസ് സിൻഡ്രോം, particularly concerning its occurrence among US diplomats. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാവനാസ് സിൻഡ്രോം ഈസ് മിസ്റ്റീരിയസ് ഇൽനെസ് കോസിങ് എ റേഞ്ച് ഓഫ് നിയോളജിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, എന്താണ് ഒരു മിസ്റ്റീരിയസ് ഇൽനെസ് ആണ്. എന്താണ്, ഇറ്റ് വാസ് ഫസ്റ്റ് റിപ്പോർട്ട് ബൈ ദ US എംബസി സ്റ്റാഫ് ഇൻ ഹവാന. ഇതാദ്യമായിട്ട് US എംബസി സ്റ്റാഫാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹവാന, ക്യൂബ ഇൻ 2016. വെൻ ദേ ബിഗിൻ എക്സ്പീരിയൻസിങ് എക്സ്ട്രീം ഹെഡേക്ക് ആൻഡ് ഹിയറിംഗ് പീസിങ് ആൻഡ് സൗണ്ട് അറ്റ് നൈറ്റ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണ്, എക്സ്ട്രീം ഹെഡേക്ക്, അതുപോലെ തന്നെ ഹിയറിംഗ് പീസിങ്, സൗണ്ട്സ് അറ്റ് നൈറ്റ് ഒക്കെ. ആൻഡ് ഓയർ സിൻഡ്രോംസ് ഇൻക്ലൂഡിംഗ് ബ്ലഡി നോസസ്, ഹെഡേക്ക് ആൻഡ് വിഷൻ പ്രോബ്ലംസ് വർ ലേറ്റർ റിപ്പോർട്ടഡ് ബൈ എംബസി സ്റ്റാഫ് ഇൻ ചൈന ആൻഡ് യൂറോപ്പ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലും യൂറോപ്പിലെയും എംബസി സ്റ്റാഫ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2021 എന്താണ്, ഹവാന സിൻഡ്രോം എന്ത് ചെയ്തു, ഗെയിൻ അറ്റൻഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ US ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതുപോലെ തന്നെ US ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കും ഇതിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ട്രാവലിംഗ് വിത്ത് CIA ഡയറക്ടർ വില്യം ബ്രൂൺസ് ആൻഡ് ന്യൂ ഡൽഹി റിപ്പോർട്ടഡ് സിൻഡ്രോംസ്. എ സിൻഡ്രോം ഡസ് നോട്ട് മീൻ എ യുണീക്ക് മെഡിക്കൽ കണ്ടീഷൻ ബട്ട് ഡിനോട്ട്സ് എ ക്ലസ്റ്റർ ഓഫ് സിൻഡ്രോംസ് ആൻഡ് കോമൺലി ഒക്കർ ടുഗദർ മേക്കിംഗ് ഹാർഡ് ഓഫ് ഡിറ്റർമൈൻ ദയർ പെർസീവ് ഒറിജിൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതാണ് ഇത് ഹവാന സിൻഡ്രോം. നെക്സ്റ്റ് വൺ ആണ് ഇത് നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ്. എന്താണ് നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ്? A recent study shows that climate change is causing glaciers and ice sheets in the Greenland, Antarctica to melt at an accelerating rate, redistributing weight across the planet and slightly slowing down the Earth rotation on its axis. Okay. എന്താണ് ഈ നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ്? The Earth has been spinning slightly faster than normal or few decades. അതായത് എന്താണ്, പണ്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്തതിനേക്കാൾ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലീപ്പ് സെക്കൻഡ് എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്, എർത്ത് റൊട്ടേഷൻ ദേ ഹാവ് ഡൺ ഇൻ 27 ടൈംസ് സിൻസ് 1970s. അതായത് എന്താണ്, 1970 കൂടുതലാണ്, ഇപ്പോൾ 27 തവണ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ദ പ്ലാൻ വാസ് ടു റിമൂവ് ദിസ് ലീപ്പ് സെക്കൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2026. എ ചേഞ്ച് കാൾഡ് നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ്. ഇതിൽ വ്യത്യാസം വരുത്താൻ 2026 ശ്രമിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് നെഗറ്റീവ് ലീപ്പ് സെക്കൻഡ്. അക്കോർഡിംഗ് ടു ദ റീസെൻറ്റ് സ്റ്റഡി, ദ ആക്സിലറേറ്റിംഗ് മെൽറ്റ് ഓഫ് ice from Antarctica and Greenland has acted like a brake, showing the rotation of back down and potentially delaying the need for a negative leap second adjustment until 2029 or later എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് ഫസ്റ്റ് കമ്മമോറിയൽ ക്രൂഡ് ഓയിൽ സ്റ്റോറേജ്. എന്താണ്, ഇന്ത്യ എയിം ടു കണ്ടസ്റ്റ് ഇറ്റ്സ് ഫസ്റ്റ് കമ്മമോറിയൽ ആൻഡ് ക്രൂഡ് ഓയിൽ strategic storage to bolster reserves at a requisition against potential supply interpretation. ഇതാണ് യൂസ്. ആൻഡ് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് ISPRL has initiated bids for building 2.5 million tons underground storage Padur in Karnataka and strategic petroleum reserves program. ഓക്കെ, എന്നാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം? ഇത്രയേ ഉള്ളൂ. ഇത് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട ലൊക്കേഷൻസും അതിൻ്റെ ഫീൽഡ്സൊക്കെയാണ്. ഫേസ് 1 എന്ന് പറയുന്നത് ഏതാണ്, വിശാഖപട്ടണമാണ്. ഫീൽഡാണ് എന്താണ്, സ്ട്രാറ്റജിക് നാച്ചുറാണ്. ഫേസ് 2 എവിടെയാണ്, മാംഗ്ലൂരാണ്. ഫീൽഡാണ് എന്താണ്, സ്ട്രാറ്റജിക് നാച്ചുറാണ്. ഫേസ് 1 വീണ്ടും വരുന്ന പടൂരാണ്, എന്താണ്, ഫീൽഡാണ്, സ്ട്രാറ്റജിക് നേച്ചർ. ഫേസ് 2 എന്താണ്, ചണ്ഡിഗോളാണ്, അപ്രൂവ്ഡ് ആണ്. ആൻഡ് PPP ബേസിസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ആൻഡ് ഫേസ് 2 പാടുവാണ്, അപ്രൂവ്ഡും എന്താണ്, PPP ബേസിസ് ആണ്. ആ ഫേസും അതിൻ്റെ സ്റ്റാറ്റസും ലൊക്കേഷനും മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ വെച്ചാൽ മതി. നെക്സ്റ്റ് വണ്ണാണ് ഏത്, ഭീമസുഗ. Recently, the Insurance Regulatory and Development Authority of India IRDAI has approved the setting of Bhimsugam, an online insurance marketplace. Okay, എന്താണ് ഒരു ഓൺലൈൻ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസ് ആണ്, ലൈക്ക് ആൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം പോലെ എന്താണ്, ഫോർ ബൈയിങ്, സെല്ലിങ്
ആൻഡ് സർവീസിങ് ഇൻഷുറൻസ് പോളിസീസ് ആസ് വെൽ ആസ് സെറ്റിംഗ് ക്ലെയിംസ് ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. എന്നാണ് ഇറ്റ് വിൽ ഓൺ ബോർഡ് all the companies that offer life and non-life insurance product under one roof. The Beam Sugam will serve as the unified platform integrating with the governmental database, insurance intermediaries and insurance reposters. It will fetch customer details, provide product information and facilities to purchase saving of insurance policies. അതായത് ഇത് വേണ്ട ആളുകൾക്ക് ഏറ്റവും നല്ല ഇൻഷുറൻസ് പോളിസി ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ടേം ഇൻ്റർമീഡിയറ്ററീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുക. ഇതിൽ പ്രധാനമായിട്ടും ലൈഫ്, ഹെൽത്ത്, നോൺ ലൈഫ് ഇൻഷുറൻസസ് ഒക്കെയാണ് വരിക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻഷുറൻസ് പോളിസീസ് ഇലക്ട്രോണിക് ഫോമാറ്റിൽ എന്താണ് അവൈലബിൾ ആണ്, ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഉപയോഗം കുറയും. ആൻഡ് ബീം സുഗ എയിംസ് ടു മേക്ക് ലൈഫ് ഇൻഷുറൻസ് മോർ അഫോർഡബിൾ ബൈ സ്ട്രീമിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അതായത് എന്ത് ചെയ്യുക, ഒരു ലൈഫ് ഇൻഷുറൻസ് അഫോർഡബിളായി എത്തിക്കുക, എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഭീം സുഗയുടെ എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇത് മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. എന്താണ്, അക്കോർഡിംഗ് ടു സർവേ റിലീസ്ഡ് ബൈ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് റീച്ച്ഡ് 16-year peak of 59.1 in March 2024. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. എന്താണ്, PMI is an economic indicator which derived after monthly surveys of different companies. It shows trends in the both and manufacturing and service sector. മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടറിലാണ് ഇത് വരുന്നത്. ഇതിൽ PMI എബോവ് എന്ന് പറയുന്നത് എന്താണ്, 50 റെപ്രസെൻറ്റ്സ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് വെൻ കമ്പയർഡ് വിത്ത് ദ പ്രീവിയസ് മന്ത് ആൻഡ് ദ ഹെൽപ്പ് ഡിറ്റർമൈനിങ് വാട്ട് ആർ ദ മാർക്കറ്റ് കണ്ടീഷൻസ് ആസ് സീൻ ബൈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, contracting or staying in the same. Okay, and it is used to provide information regarding the current and future business condition. The HSBC India Manufacturing PMS compiled by S&P Global എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് FSSAI Directive of E-Commerce Food Business Operate. എന്താണ്, The Food Safety and Standards Authority of India FSSAI directed e-commerce food and business operators FBBOs correctly categorize food production and their websites എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വരുന്നത് എന്നെന്ത് ചെയ്യാം നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, the authority observed cases where licensed proprietary foods such as dairy-based, crystal-based and malt-based beverages mixes were incorrectly labeled and sold on the e-commerce platform as healthy energy drinks. ഇതെന്താണ് പറയുന്നത്, the food products are considered proportionally food. There is no existence of standard for them. FSSAI regulations എന്നുള്ളതാണ്. FSSAI എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെൽത്ത് ഡ്രിങ്ക് ക്ലാരിഫൈ ചെയ്യുന്നതാണ് ഹെൽത്ത് ഡ്രിങ്ക് ആണോ അല്ലയോ എന്നുള്ളതാണ്. ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 അഡ്വൈസ് FBOS റാറ്റിഫൈ ദിസ് misclassification by placing such products approximately category as per the law. And the FSSAI further said that the term energy drinks, healthy drinks മാറ്റി അതിന് എനർജി ഡ്രിങ്ക്സ് എന്നുള്ള പേരിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് ന്യൂസ്. ഇവിടെ വലിയ രീതിയിൽ ചോദ്യം വരില്ല, എന്താണ് FSSAI എന്നുള്ള ചോദ്യം, അങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിച്ചാൽ മതി, ഈ ഒരു ന്യൂസ് ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് റിസോഴ്സ്ഫുൾനെസ് ഓഫ് കൊണ്ട വേഡീസ് ട്രൈബ് നോളേജ് ആണ്. ഓക്കെ, എന്താണ്, റീസെൻ്റ്ലി ഫോറസ്റ്റ് ഒഫീഷ്യൽ ലേൺഡ് ദാറ്റ് ദ ബാക്ക് ആൻഡ് ഇന്ത്യൻ ലോറൽ ട്രീ ഓഫ് ഇന്ത്യൻ റിവർ ഓക്ക് ഫിഷസ് മിസ്പോറ സ്റ്റോഴ്സ് വാട്ടർ പർട്ടിക്കുലർലി ഇൻ ദ സമ്മർ ആൻഡ് ക്ലെയിംഡ് ബൈ കൊണ്ട റെഡി ട്രൈബ്. നമുക്കിവിടെ നോക്കാനുള്ള എന്താണ്, ഇവരെക്കുറിച്ചാണ്. ഇന്ത്യൻ റൂറൽ ട്രീ ഈസ് എ നാറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റീജിയൻ ടു ഇന്ത്യ. It thrives in the tropical and subtropical climates. A glossy, dark green leaved evergreen trees. Its latex sap used in the making of rubber product. Konda Radi tribe is the particularly vulnerable tribal group inheriting the Pabikonda hill range, Andhra Pradesh in the Godavari region. Their mother tongue is the Telugu with a unique accent. The Pabikonda National Park was declared reserved forest in 1882 and wildlife sanctuary in 1978. അപ്പോൾ എന്താണ്, ഇത് 1882 എന്താണ് റിസർവ്ഡ് ഫോറസ്റ്റായി മാറുന്നത്.
ആൻഡ് 1978 ഇതെന്തായി മാറുന്നത്, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി മാറുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് എ നാഷണൽ പാർക്ക് ഇൻ 2008. അതുപോലെ തന്നെ 2008 എന്ത് ചെയ്യുന്നത്, ഇത് നാഷണൽ പാർക്കായി കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ടൈഗേഴ്സ്, മൗസ്, ഡിയർ, ഗേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ക്ലിയർ. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് എന്ത് ചെയ്യാറുള്ളത് ഈ വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാറുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.